വരെ. ഇന്ന് ഞാനൊരു കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ടി പത്മനാഭൻ്റെ ഒരു കഥയാണ്. മകൻ എന്നാണ് കഥയുടെ പേര്. 1990-കളിൽ എഴുതപ്പെട്ടതാണ്. അക്കാലങ്ങളിൽ ഇത് അത്ര സജീവമല്ലാത്ത ഒരു ചർച്ചാ വിഷയമായിരുന്നെങ്കിലും പുതിയ കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം കൂടിയാണ് ഈ കഥയിലുള്ളത്. നമ്മളുടെ മക്കളെല്ലാം വളർന്ന് വലുതായി വിദേശങ്ങളിൽ പോയി താമസിക്കുന്ന പതിവ് ഇപ്പോൾ ഏറിയിട്ടുണ്ട്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് നാം ഉണ്ണാതെ അവർ ഊട്ടിയും നാം ഉടുക്കാതെ അവർ ഉടുപ്പിച്ചും ഒക്കെ നല്ല വിദ്യാഭ്യാസങ്ങൾ നൽകി വലുതാക്കിയെടുത്തപ്പോൾ അവർ മറ്റൊരു രാജ്യം തേടി പോവുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പുതിയ കാലഘട്ടത്തിലുണ്ട്. അവർ മാത്രമല്ല, അവർ ഇണകളായി സ്വീകരിക്കുന്നവരും അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ മകളായാലും മകനായാലും വിദേശങ്ങളിൽ ചേക്കേറുകയും അവിടെ തന്നെ താമസിക്കുകയും ഇതുവരെ പരിചരിച്ചിരുന്ന അവരെ വളർത്തിയ മാതാപിതാക്കൾക്ക് വേണ്ട വിധത്തിൽ പരിഗണിക്കാതെയും ഇരിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു കാലഘട്ടത്തെ 90-കളിൽ ഈ വിശേഷങ്ങൾ വളരെ അപൂർവമായിരുന്നു. പക്ഷേ കഥാകാരൻ അത് നേരത്തെ കാണുകയാണ് ചെയ്തതെന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു കഥ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും നവാബ്ജി ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ടി പത്മനാഭൻ എഴുതിയ കഥ മകൻ. ഏറെ നേരത്തെ മൗനത്തിനു ശേഷം ഭാര്യ വീണ്ടും ചോദിച്ചു, നിങ്ങളവനെ കണ്ടില്ലേ? വീട്ടിലെത്തിയ ശേഷം ഒന്നിലധികം തവണ ഭാര്യ ഈ ചോദ്യം അയാൾ ചോദിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴൊക്കെ അയാൾ മകനെ കണ്ട വിവരം അവരോട് പറയുകയും ചെയ്തിരുന്നു. ഇനി ഞാൻ എന്താണ് പറയേണ്ടത്? അയാൾ വിചാരിച്ചു. അല്ലെങ്കിൽ എന്തു തന്നെ പറഞ്ഞാലാണ് കേൾക്കുമോ? കേട്ടാൽ തന്നെ മനസ്സിൽ പതിയുമോ? അയാൾ സങ്കടത്തോടെ തലയാട്ടി. വയ്യ വയ്യ. മകൻ്റെ ഭാര്യയുടെ അനുജത്തിയുടെ കല്യാണത്തിൽ പങ്കുകൊള്ളാൻ അകലെയുള്ള തീർത്ഥാടന നഗരത്തിലെ ക്ഷേത്രത്തിൽ പോയ അയാൾ ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന യാത്രയ്ക്കുശേഷം തിരിച്ചെത്തിയതായിരുന്നു. അയാൾ അവരുടെ ക്ഷീണിച്ച കൈകൾ സ്വന്തം കയ്യിലെടുത്ത് തലോടിക്കൊണ്ടിരുന്നു. പേശികളുടെ ശക്തിയൊക്കെ തീർത്തും വേർപെട്ട് ഞരമ്പുകൾ അവിടെയവിടെ പൊന്തി നിന്ന കൈകൾ ദുർബലമായിരുന്നു. മരിച്ചുപോയ ഒരാളുടെ കൈകളെ പോലെ ആയിരുന്നു. ചോരയുടെ ചൂടോ പ്രകാശമോ ഒന്നുമില്ലാതെ. ഭാര്യ കണ്ണടച്ചു കിടന്നു. അയാൾ കസേര ഒന്നുകൂടി അവരുടെ അടുത്തേക്ക് നീട്ടിയിട്ടു. പുറത്ത് സന്ധ്യയുടെ മിനുക്കം പതുക്കെ പതുക്കെ കുറഞ്ഞു വരികയും ഇരുട്ട് ചുറ്റും വേഗത്തിൽ വ്യാപിക്കുകയും ചെയ്തു. അയാൾ മുറിയിൽ വിളക്ക് തെളിയിച്ചു വെച്ചു. അത് ഒരു പഴയ വീടായിരുന്നു. അവിടെ ഇലക്ട്രിക് ലൈറ്റോ പൈപ്പ് വെള്ളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവിടുത്തെ മുറികളിൽ നല്ല വായുസഞ്ചാരമുണ്ടായിരുന്നു. അവിടെ ഒരിക്കലും ഇരുട്ട് കട്ടപിടിച്ചു കിടന്നിരുന്നില്ല. ആഴമേറിയ കിണറിൽ എപ്പോഴും വെള്ളമുണ്ടായിരുന്നു. മാവും പിലാവും തെങ്ങും പുളിയുമൊക്കെയുള്ള വിശാലമായ പറമ്പിൻ്റെ നടുവിൽ കാലത്തിന് സംഭവിച്ച ഒരു ഓർമ്മത്തെറ്റുപോലെ ആ വീട് നിന്നു. അയാളെന്തോ ഓർത്തിട്ടെന്ന പോലെ പൊടുന്നന് ചോദിച്ചു, ഇന്നലെയും ഇന്നും മരുന്ന് കഴിച്ചില്ലേ? ഭാര്യ ഒന്നും പറയാതിരുന്നപ്പോൾ അയാൾ എഴുന്നേറ്റ് ഷെൽഫിൻ്റെ അരികെ ചെന്ന് അവിടുത്തെ മരുന്ന് കുപ്പികളൊക്കെ പരിശോധിച്ചു. എന്നിട്ട് വളരെ മൃദുവായി വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? മരുന്ന് കഴിച്ചോ എന്ന്. അപ്പോൾ അവർ ഒന്നും പറഞ്ഞില്ല. ഭാര്യ ഉറങ്ങുകയല്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. വീണ്ടും ചോദിക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. മകൻ്റെ കുട്ടിക്കാലത്തെ ഒരു ചിത്രം ചുമരിലുണ്ടായിരുന്നു. അവൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ എടുത്തത്. ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കിയിരുന്നപ്പോൾ അത് പതുക്കെ ചലിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. നോക്കിയിരിക്കെ മകൻ പതുക്കെ ചിത്രത്തിൽ നിന്ന് പുറത്തു വന്നു. അച്ഛാ, ഇന്ന് സ്കോളർ ജിപ്സി. എന്നിട്ട് ഒരു പിറന്നാളിന് ഞാൻ അവന് സമ്മാനമായി കൊടുത്ത പാൻഗ്രേവിൻ്റെ ഗോൾഡൻ ട്രഷറി അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പുസ്തകം പകുത്ത് മാത്യു ആർണോൾഡിൻ്റെ പ്രസിദ്ധമായ ആ കവിത ഉറക്കെ വായിക്കാൻ തുടങ്ങി. പോവുക ഇടയ, കുന്നിൻ മുകളിൽ നിന്ന് ഇതാ നിന്നെ അവർ വിളിക്കുന്നു, പോവുക. വൈകാതെ അയാളും മകനും ആ കവിതയിൽ ലയിച്ചു ചേർന്നു. ഒടുവിൽ സ്കോളർ ജിപ്സി തീർന്നപ്പോൾ മകൻ പറഞ്ഞു, ഇനി എലജി. അയാൾ പറഞ്ഞു, നാളെ പോരെ? അവൻ പറഞ്ഞു, പോരാ, ഇന്ന് തന്നെ വേണം. അയാളപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ നീ തന്നെ വായിക്കേ, ഞാൻ കേൾക്കാം. അവൻ്റെ മധുരവും ആർദ്രവുമായ ശബ്ദം അവിടെ എങ്ങും പ്രതിധ്വനിച്ചപ്പോൾ അയാൾക്ക് അത്ഭുതവും സന്തോഷവും തോന്നി. കവിത
വായിച്ചു തീരുന്നതുവരെ മകനെ അയാൾ നിർനിമേഷനായി നോക്കി നിന്നു. പിന്നീട് അയാൾ അവനോട് പറഞ്ഞു, വാ, നമുക്ക് നടക്കാൻ പോകാം. ഞാൻ നിനക്ക് ഇന്ന് രാത്രി സ്കോളർ ജിപ്സി നടന്നുപോയ വയലുകളും മൈതാനങ്ങളുമൊക്കെ കാണിച്ചു തരാം. ഗ്രേയുടെ ഗ്രാമത്തിലെ പഴയ പള്ളിയും സെമിത്തേരിയും അവിടുത്തെ കുടിമാടങ്ങളുമൊക്കെ. അപ്പോൾ അയാളുടെ ഭാര്യ പൊടുന്നതിന് ചോദിച്ചു, ആരോടാ സംസാരിക്കുന്നത്? അയാൾ ഞെട്ടി. അയാളൊന്നും പറഞ്ഞില്ല. ഭാര്യ കണ്ണടച്ചു കിടന്നു. അയാൾ വീണ്ടും ചുവരിലെ ചിത്രത്തിൽ തന്നെ നോക്കിയിരുന്നു. അത് വളരെ പഴയ ഒരു ചിത്രമായിരുന്നു. അവൻ കുട്ടിയായിരുന്നപ്പോൾ. അതിനുശേഷം കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു. വളരെ മിടുക്കനായി പഠിച്ച് വളർന്ന് വലിയ ഉദ്യോഗസ്ഥനായി, കല്യാണവും കഴിഞ്ഞ് 2 കുട്ടികളുടെ അച്ഛനുമായി ഇപ്പോൾ. അയാൾ ഒരു ഞെട്ടലോടെ തന്നോട് തന്നെ ചോദിച്ചു, ഇപ്പോൾ അവനെവിടെയാണ്? ജർമ്മനിയിലോ, ഇംഗ്ലണ്ടിലോ, അമേരിക്കയിലോ? അതുതന്നെ അറിയില്ലല്ലോ. പണ്ട് ആളുകളോട് ആത്മാഭിമാനത്തോടെ പറയാറുണ്ടായിരുന്നത് അയാൾ ഓർത്തു. ഇവൻ എൻ്റെ മകൻ മാത്രമല്ല, എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതി കൂടിയാണ്. അവനെ വളർത്തിയത് അങ്ങനെയായിരുന്നല്ലോ, അവനോട് എന്നും പെരുമാറിയത് അങ്ങനെയായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ ആളുകൾ ചോദിക്കുന്നു, മകനിപ്പോൾ എവിടെയാ? വരാറേ ഇല്ലേ? കണ്ടിട്ട് കുറേയായി. അയാൾക്ക് അവരോട് ഒന്നും പറയാൻ കഴിയുന്നില്ല. എവിടെയാണെന്ന് വ്യക്തമായി അയാൾക്കറിയില്ലല്ലോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമായി ഒരു ഡ്രാഫ്റ്റ് വരുന്നു. പക്ഷേ അയാൾക്ക് വേണ്ടത് പണമല്ലല്ലോ. പണത്തിന് ഒരിക്കലും അയാൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. തീരെ സഹിക്കാൻ വയ്യാതാവുമ്പോൾ ദാഹിച്ചു വലഞ്ഞ ഒരുവന് വെള്ളം കിട്ടിയാലുള്ള ആർത്തിയോടെന്ന പോലെ മകൻ പണ്ട് അവൻ്റെ കല്യാണത്തിന് മുമ്പ് അയച്ചിരുന്ന എഴുത്തുകളിൽ ഏതെങ്കിലും ഒന്നെടുത്ത് അയാൾ വീണ്ടും വായിക്കുന്നു. ഭാര്യ അത് കണ്ട സന്തോഷത്തോടെ, അവൻ്റെ എഴുത്താ? എപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തു പറഞ്ഞാണ് അവളെ? അയാൾ മകൻ്റെ ചിത്രത്തിലേക്ക് നോക്കി ഖേദത്തോടെ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. മകൻ്റെ ഭാര്യയുടെ അനുജത്തിയുടെ കല്യാണത്തിന് പോവാൻ സത്യത്തിൽ അയാൾക്ക് വളരെയൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അവർ വന്ന് ക്ഷണിച്ചിട്ടില്ല, ഒരു കത്തയച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നതുകൊണ്ടൊന്നും ആയിരുന്നില്ല. പഴയതുപോലെയൊന്നും യാത്ര ചെയ്യാൻ ഇപ്പോൾ വയ്യ. അയാൾക്കും വയസ്സാവുകയാണല്ലോ. പ്രായത്തിൻ്റെ അവശതകളിൽ നിന്ന് അയാൾ മുക്തനല്ലല്ലോ. ഇതിനൊക്കെ പുറമെ ഭാര്യയുടെ ഇന്നത്തെ നിലയിൽ തനിച്ചാക്കി വേറൊരാൾ വീട്ടിലുണ്ടെങ്കിൽ പോലും 2 ദിവസത്തിന് പുറമെ പോകാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല, ആരുടെ കല്യാണത്തിനായാലും ശരി. പക്ഷെ ഭാര്യ അത് സമ്മതിച്ചില്ല. ഭാര്യ പറഞ്ഞു, പോകണം, പോയിട്ടില്ലെങ്കിൽ മോശമാണ്. പിന്നെ 2 ദിവസത്തേക്കല്ലേ, 2 ദിവസത്തിനുള്ളിൽ ഇവിടെ ഒന്നും. ഭാര്യയുടെ മനസ്സിലെന്താണെന്ന് അയാൾക്കറിയാമായിരുന്നു. തീർച്ചയായും മകൻ അവിടെ ഉണ്ടാകും, എന്തു തിരക്കാണെങ്കിലും. പിന്നെ നിനക്കൊക്കെ ഭാര്യയുടെ വീട്ടിലെ കാര്യത്തിനാകുമ്പോൾ. അയാൾ അങ്ങനെ ആലോചിച്ച് നിൽക്കെ ഭാര്യ വീണ്ടും പറഞ്ഞു, പോകണം. അങ്ങനെയാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ വരേണ്ടിയിരുന്നില്ല എന്നും തോന്നി. ബന്ധുവീട്ടുകാർ ഉപചാരങ്ങൾ ചെയ്യാത്തത് കൊണ്ടൊന്നും ആയിരുന്നില്ല. അയാൾക്കെന്നല്ല, ക്ഷണം സ്വീകരിച്ചു വന്ന സകലർക്കും അവിടെ വലിയ ഹോട്ടലുകളിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തിരുന്നു. അയാളോട് അവർ പ്രത്യേകം അടുപ്പം ഭാവിക്കുകയും ചെയ്തിരുന്നു. എന്നാലും ഏടത്തി വന്നില്ലല്ലോ എന്ന സങ്കടം മകൻ്റെ ഭാര്യയുടെ അച്ഛൻ പരസ്യമായി പ്രകടിപ്പിക്കുകയുണ്ടായി. മകനും അയാളുടെ മുമ്പിൽ ഭവ്യതയോടെ നിന്നു. പക്ഷേ ഇതൊക്കെയായിട്ടും താനിവിടെ ഒരധികപ്പറ്റാണ് എന്ന് അയാൾക്ക് തോന്നി. അവിടുത്തെ എയർ കണ്ടീഷണർ മുറികൾ, വലിയ കാറുകൾ, സിൽക്കിലും പൊന്നിലും കുളിച്ചു നിന്ന ചായം പുരട്ടിയ സ്ത്രീകൾ, അയാൾക്ക് തികച്ചും അപരിചിതമായ ഒരു ലോകത്തെക്കുറിച്ച് സംസാരിച്ച അവരുടെ ഭർത്താക്കന്മാർ, ഇവരുടെയൊക്കെ നടുവിൽ അയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. രാത്രി തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾ മകനെയും കൂട്ടി വെളിയിലേക്കിറങ്ങി. വിളിച്ചപ്പോൾ എന്തെങ്കിലും ഒഴിവൊഴിവ് പറഞ്ഞേക്കുമോ എന്ന സംശയമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. തെരുവുകളിൽ തിരക്ക് കുറഞ്ഞു വരികയായിരുന്നു. അയാൾ പലതും ഓർത്തുകൊണ്ട് പതുക്കെ നടന്നു. ഇടയ്ക്ക് അയാൾ മകൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. മകൻ്റെ മുഖം അയാൾക്കറിയാൻ കഴിയാത്തവണ്ണം മാറിപ്പോയിരുന്നു. വേണ്ടതിലധികം ഇപ്പോൾ തന്നെ തടിച്ചു കഴിഞ്ഞിട്ടുള്ള മകൻ്റെ ശരീരത്തിൽ കൊഴുപ്പ് അവിടെ അടിഞ്ഞുകൂടിയിരുന്നു. ഏറെ നേരം 2 പേരും സംസാരിച്ചില്ല. അയാളുടെ ഉള്ളിൽ സങ്കടവും ദേഷ്യവും ഉണ്ടായിരുന്നു. സങ്കടമായിരുന്നു കൂടുതൽ. അയാൾ വിചാരിച്ചു, ഇവൻ എൻ്റെ മകൻ, ഞാൻ സ്നേഹിച്ച് വളർത്തിയ എൻ്റെ മകൻ, ഇപ്പോൾ എന്നെയും ഇവൻ്റെ അമ്മയെയും ഒക്കെ മറന്ന്. അയാൾക്ക് മകനോട് പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിനക്കെന്ത് പറ്റി? നീ ഞങ്ങൾക്കൊരു കത്തെഴുതിയിട്ട് കാലമെത്രയായി? നീ ഞങ്ങളെ കാണാൻ വന്നിട്ട് കാലമെത്രയായി? എപ്പോഴെങ്കിലുമായി നീയൊരു ഡ്രാഫ്റ്റ് അയക്കുന്നുണ്ട് എന്നത് ശരി തന്നെ. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് നിൻ്റെ പണമല്ലല്ലോ. നിന്നോട് ഞങ്ങൾ ഒരിക്കലും പണത്തിന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. എന്നെ ഏറ്റവും നല്ലതുപോലെ അറിയുന്നവനാണല്ലോ നീ. ഞാൻ എപ്പോഴെങ്കിലും
പണത്തിനു വേണ്ടി ആശിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? സ്കൂൾ മാസ്റ്റർ എന്ന നിലയ്ക്കുള്ള എൻ്റെ ശമ്പളവും പറമ്പിലെ തെങ്ങുകളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ആദായവും തന്നെ എനിക്ക് ധാരാളം മതിയായിരുന്നല്ലോ. ഞാനതിൽ ഏറ്റവും സംതൃപ്തനായിരുന്നല്ലോ. നീ പഠിക്കാൻ കോളേജിൽ പോയപ്പോൾ പണത്തിനു മുട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നിന്നെ ഞങ്ങൾ ഒരിക്കലും അറിയിച്ചിട്ടില്ല. നിൻ്റെ ഒരു ആവശ്യവും നിറവേറ്റാതിരിക്കുകയും ചെയ്തില്ല. നീ ഇവിടുത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞ് സ്കോളർഷിപ്പോടെ വെളിയിലേക്ക് പോയപ്പോൾ അപ്പോഴും ഒരില്ലായ്മയും നിന്നെ അറിയിച്ചില്ലല്ലോ. ഞങ്ങൾ മുണ്ടു മുറുക്കിയെടുത്ത് നീ ജീവിതത്തിൻ്റെ ഓരോ പടവുകളും കയറിയപ്പോൾ ഞങ്ങളെത്ര സന്തോഷിച്ചു, നിൻ്റെ അമ്മയും ഞാനും. ഇനി നിൻ്റെ കല്യാണത്തെക്കുറിച്ചാണെങ്കിൽ ഇപ്പോഴും ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട് പണം വാങ്ങിയാണ് ഈ കല്യാണം ഞാൻ നടത്തിച്ചത് എന്ന്. അവരെ കുറ്റം പറയാനും വയ്യ. നിൻ്റെ ഭാര്യ വീട്ടുകാർ പണക്കാരാണ്. ഇപ്പോഴത്തെ നാട്ടുനടപ്പ് അങ്ങനെയാണ് താനും. പക്ഷേ സത്യം നീ അറിയുമല്ലോ. നിൻ്റെ ഇഷ്ടമറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വാസ്തവത്തിൽ വിഷമമുണ്ടായിരുന്നു. എന്തിനാണ് ഇത്ര വലിയവരുടെ അടുക്കൽ? പക്ഷേ ഞങ്ങളത് പുറത്തു കാണിച്ചില്ല. ഞങ്ങൾ വിചാരിച്ചു നിൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത്. അതുമാത്രമേ ഈ ജീവിതത്തിൽ. അതിനുവേണ്ടിയാണല്ലോ ഇത്രയും ക്ലേശിച്ച് ഇതുവരെ. നിനക്കിതൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാനിനി അധികമൊന്നും പറയുന്നില്ല. പക്ഷെ ഒന്നുകൂടി, നിൻ്റെ ഭാര്യ എത്ര തവണ ഞങ്ങളുടെ വീട്ടിൽ എന്ന് വെച്ചാൽ നിൻ്റെ തന്നെ വീട്ടിൽ വന്നിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചില മര്യാദകളില്ലേ? നിൻ്റെ കുട്ടികൾ, നിൻ്റെ അമ്മയും ഞാനും അവരെ ശരിക്ക് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയൊരു അച്ഛനമ്മയും നാട്ടിൽ നിനക്കുണ്ടെന്ന് നീ എപ്പോഴെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടോ? നിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാകുമോ? ഇത്രയൊക്കെയായിരുന്നു അയാളുടെ മനസ്സിൽ. അല്ല, ഇതുമാത്രമല്ല, വേറെ പലതുമുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഉറക്കെ വിളിച്ച് ചോദിക്കണമെന്നും അയാൾ വിചാരിച്ചു. പക്ഷേ അയാളൊന്നും ചോദിച്ചില്ല. നീ വീട്ടിലേക്ക് വരില്ലേ? നിൻ്റെ അമ്മയെ കാണണ്ടേ എന്ന് പോലും. എന്തോ അയാൾക്കൊന്നും കഴിഞ്ഞില്ല. ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോൾ അയാൾ ഇത്രമാത്രം പറഞ്ഞു: നാളെ രാവിലെ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ പോകും. മകൻ അറച്ചുകൊണ്ട് ചോദിച്ചു: സദ്യയ്ക്ക് നിൽക്കില്ലേ? അയാൾ ചിരിച്ചു. രാത്രി അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ അതൊക്കെ ഓർത്ത് ഭാര്യയുടെ ക്ഷീണിച്ച കൈകൾ തടവിക്കൊണ്ടിരുന്നു. പുറത്ത് ഇരുട്ടിൻ്റെ ശക്തി കൂടിക്കൊണ്ടുവന്നു. വൃക്ഷത്തലപ്പുകളിൽ മിന്നാമിന്നുങ്ങൾ നൃത്തം വയ്ക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ പൊടുന്നനെ അയാളുടെ കൈ അമർത്തിപ്പിടിച്ച് കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു: എപ്പോഴാണ് അവൻ വരിക? നാളെ വരുമോ? ഭാര്യയുടെ ശബ്ദത്തിൽ ഭീതിയുണ്ടായിരുന്നു. എങ്കിലും അത് ദൃഢവുമായിരുന്നു. അങ്ങനെ ഒരിക്കലും അവർ അയാളോട് സംസാരിച്ചിരുന്നില്ല. അയാൾക്ക് ഭയം തോന്നി. ഭാര്യ വീണ്ടും ചോദിച്ചു: പറയൂ, അവൻ നാളെ വരില്ലേ? അയാൾ പറഞ്ഞു: നാളെ എങ്ങനെയാണ് അവൻ വരിക? അവിടെ അവന് എന്തൊക്കെ? ഭാര്യ പറഞ്ഞു: അപ്പോൾ പിന്നെ എപ്പോഴാണ് വരിക? അയാളൊന്നും പറയാതെ നിന്നപ്പോൾ അവർ സംശയത്തോട് ചോദിച്ചു: ഇനി വരില്ല എന്നുണ്ടോ? ശത്രുക്കളുടെ കയ്യിൽപ്പെട്ട് പിടയുന്ന ഒരു പക്ഷിയുടെ ചിറകടി പോലെയുണ്ടായിരുന്നു അവരുടെ ശബ്ദം. അയാൾ പൊടുന്നനെ പറഞ്ഞു: വരും, 3-4 ദിവസം കഴിഞ്ഞ് തീർച്ചയായും വരും. ഭാര്യയുടെ കൈ പതുക്കെ അയഞ്ഞു. അവർ പറഞ്ഞു: എനിക്കറിയാം അവൻ വരുമെന്ന്. എനിക്കറിയാം. അവരുടെ മുഖത്ത് എന്തെന്നില്ലാത്ത ശാന്തി ഉണ്ടായിരുന്നു. അയാൾക്ക് പിന്നീട് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. കല്യാണ ദിവസം രാവിലെ ഏതോ ഒരു പ്രമാണിയോട് അവനെ ഇപ്പോൾ വലിയ തിരക്കാണ്, ഈ കല്യാണത്തിന് തന്നെ എങ്ങനെയോ വന്നു എന്നേ ഉള്ളൂ, ഒരു കരാറൊപ്പിടാനായി കമ്പനി അവനെ കൊറിയയിലേക്ക് അയക്കുകയാണ് എന്ന് ഭാര്യയുടെ അച്ഛൻ അഭിമാനത്തോടെ പറഞ്ഞത് അയാൾ കേട്ടിരുന്നു.